അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്ന ഒരു സമ്പൂർണ്ണ ഫാൻസി ഷോറൂം ലേഡീസ് ബ്യൂട്ടി ഇനി നമ്മുടെ പട്ടാമ്പിയിലും. ലേഡീസ് ബ്യൂട്ടി മേലെ പട്ടാമ്പി, ഓൾസോ ആറ്റ് എടപ്പാൾ, ചങ്ങരംകുളം, ഗുരുവായൂർ. 17ാമത് ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിന് പട്ടാമ്പിയിലെ മുതുതല വേദിയാകുന്നു. മെയ് 2 മുതൽ 6 വരെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയിലെ 20 സംസ്ഥാനങ്ങളിൽ നിന്നായി 700ഓളം കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളം വീണ്ടും ഒരു ദേശീയ കായിക വിരുന്നിന് വേദിയാവുകയാണ്. 17ാമത് ജൂനിയർ നാഷണൽ ഡോഡ്ജ് ബോൾ ചാമ്പ്യൻഷിപ്പിനാണ് പട്ടാമ്പിയിലെ മുതുതല വേദിയാകുന്നത്. 20 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 700ഓളം കായിക താരങ്ങൾ പുത്തൻ ഊർജ്ജത്തോടെ മത്സരിക്കാനെത്തും. മെയ് 2 മുതൽ 6 വരെ മുതുതല AUP സ്കൂളിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, മിക്സഡ് ഡബിൾസ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. മെയ് 2 നടക്കുന്ന ചടങ്ങിൽ പതാക ഉയർത്തും. ഡോഡ്ജ് ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളും കേരളത്തിലെ കായിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. ആകർഷകമായ പരേഡുകൾ, കേരളത്തിന്റെ സാംസ്കാരിക മികവ് പ്രകടമാക്കുന്ന കലാപരിപാടികൾ തുടങ്ങിയവയും ഉണ്ടാകുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെയ് 2 മുതൽ 6 വരെ ഇന്ത്യയിലെ തന്നെ 20ൽ കൂടുതൽ സ്റ്റേറ്റുകളിൽ നിന്നായി ഏകദേശം 700ഓളം കായിക താരങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോഡ്ജ് ബോൾ 3 കാറ്റഗറിയാണുള്ളത്: ആൺകുട്ടികൾ, പെൺകുട്ടികൾ, മിക്സഡ്. ഈ പറഞ്ഞ പോലെ 2-ാം തീയതി ചാമ്പ്യൻഷിപ്പ് തുടങ്ങുകയും 3-ാം തീയതി വൈകുന്നേരം ഇനാഗുറേഷൻ വളരെ ഗംഭീരപരമായിട്ട് നടത്തുവാനാണ് അസോസിയേഷനും സ്കൂൾ മാനേജ്മെൻറ്റും തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ദേശീയ സെക്രട്ടറി, ഇന്ത്യൻ സെക്രട്ടറി ആയിട്ടുള്ള ഡോക്ടർ ബ്രാർ ചൗഹാൻ സിംഗ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡോക്ടർ പാൽ ശർമ്മ, ഇദ്ദേഹവും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാമ്പ്യൻഷിപ്പിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നൽകാൻ സന്നദ്ധരാണെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. ഇങ്ങനെ ധാരാളം റിസൾട്ട് ഉണ്ടാക്കാൻ, കായികമായ കാര്യങ്ങളിൽ റിസൾട്ട് ഉണ്ടാക്കാൻ മുതുതല സ്കൂളിൻ്റെ ഒരു അഭിമാനം തന്നെയാണ് ഞങ്ങളുടെ PT മാഷ് ശരത്. ശരത്ത് മുഖാന്തരമാണ് ഈ സംവിധാനം മുതുതല സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത്. നമ്മളേതായാലും അതിനുള്ള എല്ലാ കവാടവും അവർക്ക് തുറന്നിട്ടിട്ടുണ്ട്. അവർക്ക് 300-ൽ പരം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അവിടെ താമസിച്ച് ആണ് ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള ക്ലാസ് റൂമുകൾ, സൗകര്യങ്ങൾ, അതേപോലെ തന്നെ ഇത്രയും പേർക്കുള്ള ഇപ്പോൾ ഒരു 50ഓളം നമുക്ക് ബാത്റൂമുകളുണ്ട്. അപ്പോൾ ധാരാളം ബാത്റൂമുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് വേറെ വേറെ ആയിട്ട് നമുക്ക് ബിൽഡിങ്ങുകൾ കൊടുത്ത് അവരെ താമസിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അവർ നമ്മളോട് ആവശ്യപ്പെട്ട ഒരുവിധം കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മുടെ സ്കൂളിനെ കൊണ്ട് ഇന്ന് സാധിക്കും. ഏതൊക്കെ കാര്യങ്ങളാണോ അവർക്ക് സഹായകമാകേണ്ടത് അതെല്ലാം ചെയ്യാൻ മുതുതല സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപകരും രക്ഷാകർത്താക്കളും തയ്യാറായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അരുൺ, കായികാധ്യാപകൻ ശ്രീഹരി, സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.